Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. എന്തായാലും നമുക്ക് ആദ്യം വിപണിയുടെ ഒരു അപ്ഡേറ്റ്സ് എടുത്തതിന് ശേഷം അതായത് ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് ഈ ഒരു നിമിഷം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് തുടരുന്നത്. 25,779 എന്നൊരു നിലയിലാണ് ഇപ്പോൾ നിഫ്റ്റി 50 ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 59,902 എന്നൊരു നിലയിൽ 132 പോയിൻറ്റിൻ്റെ നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് കൂടുതലും ഇൻഡെക്സുകളൊക്കെ തന്നെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോഴും കൂടുതലും സെക്ടേഴ്സ് നേട്ടത്തിൽ തന്നെയാണ്. FMCG എന്നാൽ ചെറിയൊരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ എന്നീ സൂചികളും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ട്രേഡിംഗ് തുടരുമ്പോൾ ഫാർമ, IT, പ്രൈവറ്റ് ബാങ്ക്, ഓട്ടോ അത്തരത്തിലുള്ള സൂചികയിലൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ വന്ന FOMC യോഗ തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് വിപണിക്ക് നിർണായകമാകുന്നത്. ഏതായാലും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ 25 ബേസിസ് പോയിൻ്റ് ഒരു കട്ടാണ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളിലോട്ട് കൂടുതലൊരു അപ്ഡേഷൻ നമുക്ക് സൂരജ് സാറിലോട്ട് ചോദിച്ചറിയാം. സൂരജ് സാർ, ഏതായാലും നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു 25 ബേസിസ് പോയിൻ്റ് ഒരു കട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 3.5 to 3.75 എന്ന രീതിയിലാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 12 പേരിൽ നമ്മൾ അറിയുന്നത് 9-3 എന്ന റേഷ്യോയിലായിരുന്നു ഇപ്പോൾ ഈ ഒരു വോട്ടിംഗ് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ജെറോം പവൽ അടുത്ത വർഷത്തെ ഒരു റേറ്റ് കട്ട് എങ്ങനെയായിരിക്കും, ഒരു കുറയ്ക്കൽ ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് ഏത് രീതിയിലാണ് ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഒരു അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ട്. ഒരു തവണയുള്ള ഒരു കുറയ്ക്കലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് പറയുന്നത്. എന്തായാലും താങ്കൾ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ഓവറോൾ ഇതിനെ ഒന്ന് വിലയിരുത്തി പറയാം. എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? വിഷ്ണു പറഞ്ഞത് ശരിയാണ്. അതായത് ഫോർ ദ തേർഡ് ടൈം ഏതാണ്ട് ഫെഡറൽ റിസർവ് അനൗൺസസ് എ 25 ബേസിസ് പോയിൻറ്റ്സ് റേറ്റ് കട്ട്. അതായത് മാർക്കറ്റ് എന്താണോ എക്സ്പെക്ട് ചെയ്തിരുന്നത്, നമ്മൾ എന്തൊക്കെയാണോ ചർച്ച ചെയ്തത് വരും ദിവസങ്ങളിൽ, ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതേപോലെ തന്നെ ആ കോപ്പി ബുക്ക് അങ്ങനെ തന്നെ പ്ലേ ചെയ്ത് US മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഇതിൽ നമ്മൾ ഒറ്റുനോക്കിയിരുന്നത് അതിനുശേഷമുള്ള ജെറോം പവലിൻ്റെ കമൻട്രിയാണ്. അതിനകത്ത് ജെറോം പവൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജെറോം പവൽ പറഞ്ഞ കാര്യം വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റഡ് ലെവലിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ പോലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതായത് ജോബ് ഡേറ്റ, അതായത് നല്ല രീതിയിൽ ഈ ജോബ് ഇല്ല എന്നുള്ളൊരു കൺസിഡറേഷൻ ഉൾക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ റേറ്റ് കട്ട് ചെയ്തത് എന്നുള്ള. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, അതായത് ഇതെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മറയുന്നു, റേറ്റ് കട്ട് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യത വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. എന്നിട്ട് ഫൈനലി ഞങ്ങളൊരു വോട്ടിട്ടിട്ട് ഞങ്ങൾ ഇൻഫ്ലേഷനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ജോബ് ഡേറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വിഷ്ണു പറഞ്ഞത് ശരിയാണ്. അതായത് 19-3 എന്നുള്ള രീതിയിലാണ് അത് വോട്ട് ചെയ്തതെന്നുള്ളതാണ്. ആ വോട്ട് ചെയ്തതും ഫോറും എഗെയിൻസ്റ്റും നിന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളും കൂടെ നമ്മളൊന്ന് നോക്കി എന്നുള്ളതാണ്. അതിൽ ഷിക്കാഗോയുടെ ഫെഡ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഓസ്റ്റൻ ഗൂൾസ്ബി ശരിക്കും പറഞ്ഞാൽ റേറ്റ് കട്ട് വേണ്ട എന്ന് വാദിച്ച ഒരാളാണ്. രണ്ടാമത് കാൻസാസ് സിറ്റി ഫെഡ് പ്രസിഡന്റ് ജെഫ്രി ഷ്മിറ്റും ഏതാണ്ട് റേറ്റ് കട്ട് വേണ്ട എന്ന് വാദിച്ച. അപ്പോൾ ഇവർ രണ്ടുപേരും റേറ്റ് കട്ട് വേണ്ട എന്ന് വാദിച്ചപ്പോൾ നമ്മുടെ ട്രംപിൻ്റെ നോമിനിയായിട്ടുള്ള ഫെഡ് ഗവർണറായിട്ടുള്ള സ്റ്റീഫൻ മിറാൻ പറഞ്ഞത് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ടല്ല, മാർക്കറ്റിൽ 50 ബേസിസ് പോയിൻറ്റ്സ് കട്ടിനുള്ള ആ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. ഓബ്വിയസ്ലി നമുക്കറിയാലോ ഈ സ്റ്റീഫൻ മിറാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതകൾ വളരെ ഹൈ ആണ്. കാര്യം വെച്ചാൽ അദ്ദേഹം ട്രംപിൻ്റെ ഇമോഷനും സെൻറ്റിമെൻറ്റും തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്നുള്ള. ട്രംപിനെ സംബന്ധിച്ചും ട്രംപ് വാണ്ട്സ് എ ഡീപ്പർ റേറ്റ് കട്ട്, അല്ലെങ്കിൽ ഒരു ഹയർ ലാർജർ റേറ്റ് കട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 25 ബേസിസ് പോയിൻറ്റ്സ് കട്ടോടുകൂടിയൊന്നും അദ്ദേഹം സന്തോഷിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഏതാണ്ട് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് വന്നേക്കുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ US സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പക്ഷേ ഇത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും, ഒരു ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. മാർക്കറ്റും മനസ്സിലാക്കിയിരുന്നത് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്യും തന്നെയാണ്. ഇനി റേറ്റ് കട്ട് കൂടാതെ തന്നെ ഈ ഫെഡിൻ്റെ FOMC മീറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഫെഡിൻ്റെ ഒരു പർച്ചേസാണ്. അതായത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ട്രഷറി സെക്യൂരിറ്റീസ് ടു ദ ട്യൂൺ ഓഫ് $40 ബില്യൺ പർച്ചേസ് ഫെഡ് നടത്തും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് എക്സാക്ട്ലി, അതായത് 2 കാരണങ്ങളാണ് അതിനകത്ത് വരിക. അതായത് നമ്മുടെ ഈ ട്രഷറി മേടിക്കാൻ നേരത്തെ ട്രഷറി മേടിച്ചിട്ട് പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യണം. അതായത് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് വേറൊരു എഫക്റ്റും കൂടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ ട്രഷറി പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കാം. ട്രഷറി പർച്ചേസ് ചെയ്യുന്ന എന്ത് ചെയ്യും, നമ്മൾ
ഫെഡ് കയറി ട്രഷറി പർച്ചേസ് ചെയ്യുമ്പോൾ ട്രഷറിയുടെ പ്രൈസസ് കയറിപ്പോവും. കാര്യം ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസസ് കയറിപ്പോവും. ബട്ട് എന്ത് ചെയ്യും? ഈൽഡ് കുറഞ്ഞു വരും. മനസ്സിലായോ? അതായത് നമ്മൾ ട്രഷറി പർച്ചേസ് ചെയ്യുമ്പോൾ അതായത് ട്രഷറിയുടെ വില കയറിപ്പോവുകയും ട്രഷറിയുടെ ഈൽഡ് കുറയുകയും ചെയ്യും. കയറിപ്പോവും, ഈൽഡ് കുറയുകയും കൂടെ ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന രീതിയിലേക്ക് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ രണ്ട് രീതിയിലുള്ള എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ FOMC മീറ്റിംഗ് നടന്ന്. ഒന്ന് സ്ട്രെയിറ്റ് അവേ ഫെഡിൻ്റെ റേറ്റ് കട്ട് 25 ബേസിസ് പോയിൻറ്റ്സ്, രണ്ടാമത് $40 ബില്യൺ ഈ ബോണ്ട് പർച്ചേസസ് കാരണം അല്ലെങ്കിൽ ട്രഷറി പർച്ചേസ് കാരണം ട്രഷറിയുടെ വില കൂടുമ്പോൾ എന്ത് പറ്റും? ഈൽഡ് കുറയും. അതും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള കാരണമാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി നമ്മൾ ഇന്നലെ വന്ന FOMC മീറ്റിങ്ങിൽ നോക്കേണ്ട കാര്യം എന്താ? ഇനി ഇവർ എന്താണ് ഇനി വരും, അതായത് 2026 അവർ പ്രതീക്ഷിക്കുന്നത്, അതായത് റേറ്റ് കട്ടിൻ്റെ ട്രാജക്ടറി എങ്ങനെ പോകും എന്നുള്ള. നമ്മൾ പലപ്പോഴായിട്ട് FOMC മീറ്റിങ്ങിനെ ചുറ്റിപ്പറ്റി നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഡോട്ട് പ്ലോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഡോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മതിലിൽ നമ്മളൊരു ചാർട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ആ ചാർട്ടിൽ Y ആക്സിസ്, അതായത് ആ വെർട്ടിക്കലായിട്ടുള്ള ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫെഡിൻ്റെ റേറ്റ് ആണെന്ന് വിചാരിക്കുക, ഫെഡിൻ്റെ റേറ്റ്. എന്നാൽ X ആക്സിസിൽ ഇയേഴ്സ്, അതായത് അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത മാസം എത്രയാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളൊക്കെയാണ് ഫെഡിൻ്റെ മെമ്പേഴ്സ് എന്ന് വിചാരിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോട്ട്, ഒരു സ്റ്റിക്കർ പോലത്തെ സാധനം കൊണ്ടുപോയി നമ്മുടെ പ്രതീക്ഷ എവിടെയാണെന്നുള്ളത് ആ ഗ്രാഫിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യും. ആ സ്റ്റിക്ക് ചെയ്ത് എല്ലാ മെമ്പേഴ്സും സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മീഡിയൻ, അതായത് ഒരു ആവറേജ് പോലെ കിട്ടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് ഓരോ ഗവർണേഴ്സും അല്ലെങ്കിൽ ഫെഡ് മെമ്പേഴ്സും ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തണത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ ഈ ഫെഡിൻ്റെ ഈ ഡോട്ട് ചാർട്ട് പറയുന്നത് ഇന്നിരുന്ന് ആലോചിക്കുമ്പോഴാണ്. ഇനി ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കാലം ഒരുപാട് മാറും, ഒരുപാട് ഡേറ്റ മാറും, ഒരുപാട് പാരാമീറ്റേഴ്സ് മാറും. അപ്പോൾ ഇവരുടെ ചിന്താഗതിക്ക് മാറ്റം വന്നേക്കാം. ബട്ട് ആസ് ഓൺ ഡേറ്റ് അവരെന്താ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു മീഡിയൻ നോക്കുകയാണെങ്കിൽ 2026 ഒരു റേറ്റ് കട്ടും പിന്നെ 2027 ഒരു റേറ്റ് കട്ടും എന്നുള്ള രീതിയിലാണ് ഇതിനകത്തേക്ക് വരുന്നത്. അതായത് ബേസിക്കലി ഒരു പോസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡോട്ട് പ്ലോട്ട് കാണിക്കുന്നതും അതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചിന്താഗതി, അതായത് ഡിസംബർ 10 വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇനി വലിയൊരു റേറ്റ് കട്ട് വരുന്നില്ല. 2026 ഒന്നും 2027 ആണ് എന്നുള്ളതാണ് ഈ ഫെഡിൻ്റെ മെമ്പേഴ്സിൻ്റെ മനസ്സിലിരിപ്പ് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ദിവസങ്ങളിൽ പോകുമ്പോൾ ഡേറ്റാസ് മാറുകയും സാഹചര്യങ്ങളും അറ്റ്മോസ്ഫിയറും മാറുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഉദാഹരണത്തിന് ഇപ്പം ടാരിഫിൻ്റെ ജഡ്ജ്മെൻറ്റ് US സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു, അത് ട്രംപിന് എഗെയിൻസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ കംപ്ലീറ്റ് മാറും. അപ്പോൾ ഇപ്പോൾ പ്ലോട്ട് ചെയ്യണ പോലെ ആയിരിക്കില്ല അന്ന് FOMC മീറ്റിങ്ങിൽ ഇവർ പെരുമാറുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഗേജ്, ഒരു മൂഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അതിനെ ബേസ് ചെയ്ത് US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫെഡ് റേറ്റ് കട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണെങ്കിലും ശരി, ഫെഡ് റേറ്റ് കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിലും ശരി. S&P 500 നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ദിവസം 0.67% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.53% അപ്പായിരുന്നു, ഡൗ ജോൺസ് 1.05% അപ്പായിരുന്നു എന്നുള്ള. അതിനകത്ത് പ്രത്യേകതയായിട്ടുള്ള കാര്യം US മാർക്കറ്റിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഓറക്കിളിൻ്റെ സ്റ്റോക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് ട്രേഡിൽ 11% ഡൗൺ ആയിരുന്നു എന്നുള്ള. ഈ 11% ഡൗൺ ആവാനുള്ള കാരണം അവർ റിസൾട്ട് വന്നു എന്നുള്ളതാണ്. ആ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റവന്യൂ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ അടുത്ത് വന്നിട്ടില്ല, അതായത് റവന്യൂവിൽ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്നും ഒരു ഫോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഏതാണ്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. അതായത് അതിൻ്റെ ഏർണിങ്സിലെ കുഴപ്പം കൊണ്ടാണ് ഇന്നലെ ആ സ്റ്റോക്ക് 11% വീണത് എന്നുള്ളതാണ്. പിന്നെ ഒരു റീസണും കൂടെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇവരൊരു ക്യാപെക്സ് ഗൈഡൻസ് ഉണ്ടല്ലോ, അതായത് ഓറക്കിളിൻ്റെ ഇനി വരാൻ പോണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അവർ നേരത്തെ പറഞ്ഞത് $35 ബില്യൺ ക്യാപെക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ കൊല്ലങ്ങളിൽ അവർ നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞെടുത്ത് $35 ബില്യൺ കാട്ടിലും കൂടുതൽ $50 ബില്യൺ ആയിട്ട് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഓറക്കിൾ ഡിസ്ക്ലോസ് ചെയ്തതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം കൂടുതലും ഈ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്തത്.
ഇത് തന്നെയായിരിക്കും US സ്റ്റോക്ക് മാർക്കറ്റിനെ ഭാവിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഇന്നലത്തെ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചു മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ട്. മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് എന്താ? ഈ ക്ലൗഡ് ബേസ്ഡ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന അടുത്ത 3-4 കൊല്ലം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് $3 ട്രില്യൺ ആണ്. എന്നാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് $3 ട്രില്യൺ അല്ല, ഇതിൻ്റെ 50% മാത്രമേ ഉള്ളൂ. അതായത് $1.5 ട്രില്യൺ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശിന് തിരിച്ച് നിങ്ങൾക്ക് ഒരു ക്യാഷ് ഫ്ലോ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല. ദിസ് കണ്ടിന്യൂസ് ടു ബി എ ഹൈ ക്യാപെക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി ആണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 3 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറും 1.5 ട്രില്യൺ ആണ് ക്യാഷ് ഫ്ലോ ആണ് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ആ ഷോർട്ടേജ് ആയിട്ടുള്ള ആ ഷോർട്ട് ഫോൾ ആയിട്ടുള്ള 1.5 ട്രില്യൺ കമ്പനിയുടെ ബാലൻസ് ഷീറ്റുകളിൽ നികത്താൻ വേണ്ടിയിട്ട് കമ്പനികൾ ഡെപ്റ്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് റീപ്രൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണോ പറഞ്ഞു വച്ചിരുന്നത്, അതായത് ഇത് കാരണം തന്നെ എന്തൊക്കെ സംഭവിക്കും, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ പൈസയ്ക്ക് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽസും ഫണ്ടമെൻ്റൽസും ഒക്കെ മാറി എന്നുള്ള. ആ ഫിനാൻഷ്യൽസും ഫണ്ടമെൻ്റൽസും മാറിയെന്ന് മാത്രമല്ല അത് സ്ട്രക്ചറലായിട്ടുള്ള മാറ്റമാണ്. കാര്യം വെച്ചാൽ നമ്മൾ US-ലാണെങ്കിലും നമ്മൾ ഈ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്തിനാ ടെക്നോളജി ഓറിയൻറ്റഡ് കമ്പനി, ഞാനിനി ആർട്ടിഫിഷ്യൽ ഡേറ്റാ സെൻറ്റർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊന്നും പറഞ്ഞില്ല, ടെക്നോളജി ഓറിയൻറ്റഡ് കമ്പനി അല്ലെങ്കിൽ ആ ബിസിനസ് എന്ന് പറയുന്നത് നല്ല ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സാണ്. ഈ ബിസിനസ്സുകളെല്ലാം ക്യാഷ് സർപ്ലസ് ഉള്ള ബിസിനസ്സാണ്, വലിയ ഡെപ്റ്റൊന്നും ഇല്ലാത്ത കമ്പനിയായിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലായാലും ശരി US മാർക്കറ്റായാലും ശരി ടെക്നോളജി സോഫ്റ്റ്വെയർ സ്റ്റോക്സിന് മാർക്കറ്റ് ഒരു പ്രീമിയം കൊടുത്തിരുന്നത്. കാര്യം വലിയ ക്യാഷ് ഫ്ലോ ജനറേഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയൽ ബിസിനസ്സാണ്. അങ്ങനെ നടന്നിരുന്ന US ബിസിനസ്സുകൾ ക്യാഷ് സർപ്ലസ് ആയിരുന്നു, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഫ്രീ ക്യാഷ് ഫ്ലോ നല്ല ഹൈ ആയിട്ട് ത്രോ ചെയ്തിരുന്ന കമ്പനികൾ ഡെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽസ് നേരെ തിരിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു റീറേറ്റിംഗ് ഈ സ്റ്റോക്കുകൾക്ക്, അതായത് റീറേറ്റിംഗ് എന്ന് പറയുന്നത് ഡീറേറ്റിംഗ്, അതായത് താഴേക്ക് റേറ്റ് ചെയ്യുക, അതിനെ ഡീറേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു ഡീറേറ്റിംഗ് സംഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതേപോലെ തന്നെ കോപ്പി ബുക്ക് പ്ലേ ചെയ്തിരിക്കുന്നു. ഒറാക്കിൾ സ്റ്റോക്ക് ഇസ് ഡൗൺ ബൈ 11% ഫോർ ഓൾ ദ മോർ റീസൺസ് ദാറ്റ് വി ഹാവ് മെൻഷൻഡ് യെസ്റ്റർഡേ എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. നമുക്കൊരു എക്സാമ്പിൾ കിട്ടി അല്ലേ സാർ? ഏതാ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എക്സാമ്പിൾ കിട്ടി. കാര്യം വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മളും അത് മാത്രമല്ല നമ്മളിത് കൊറോബറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് ലാസ്റ്റ് 6 മാസമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സുകളെക്കാട്ടിലും അല്ലെങ്കിൽ S&P 500-നെക്കാളും അല്ലെങ്കിൽ മാക്സ് 7 സ്റ്റോക്കുകളെക്കാട്ടിലും ഭേദപ്പെട്ട് പെർഫോം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ സ്റ്റോക്ക് ആയിരുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേഷനും കൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളത്. അതായത് ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിൾ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ബ്രാൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അല്ലാണ്ട് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഡേറ്റാ ക്ലൗഡിലൊന്നും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അവർ ചെയ്യുന്നുണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതായത് അവരുടെ പ്രോഡക്ട്സ് ആയ ലാപ്ടോപ്പ്, മാക്ബുക്ക്, മൊബൈൽ ഫോൺ, ഹെഡ്ഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവരുടേതായ ആപ്പിൾ ക്ലൗഡ് സർവീസസ് ഉണ്ട് എന്നല്ലാതെ മറ്റുള്ള കമ്പനികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ആമസോൺ വെബ് സർവീസസ് പോലെയോ മെറ്റ പോലെയോ ആൽഫാബെറ്റ് പോലെയോ ഒന്നും അവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊരു പ്യുവർ പ്ലേ ഒരു എന്താ പറയുക AI ക്ലൗഡ് ബേസ്ഡ് സ്റ്റോക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. 6 മാസം അവരുടെ പെർഫോമൻസ് ഏതാണ്ട് 37% ഔട്ട് പെർഫോമൻസ് വരുമ്പോൾ മാക്സ് 7 സ്റ്റോക്സിനെല്ലാം കൂടെ പെർഫോമൻസ് വന്നത് 30%. അപ്പോൾ മാർക്കറ്റ് തന്നെ US മാർക്കറ്റ് തന്നെ നാസ്ഡാക്ക് തന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നു എന്നുള്ളത് സൈഡ് കിക്കായിട്ട് കിടക്കുന്നു എന്നുള്ള. അതിൻ്റെ കൂടെ ഈ ഡേറ്റയും കൂടെ വന്നു. ഒറാക്കിളിൻ്റെ റിസൾട്ട് അത് സാധൂകരിച്ചു എന്നുള്ളത്. പക്ഷേ ഒറാക്കിൾ മാത്രം കൊണ്ട് നമുക്ക് ഇതിനകത്തൊരു ഇതെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലുള്ള ഈ AI ക്ലൗഡ് ഡേറ്റാ സെൻറ്റർ ട്രേഡ് ഉണ്ടല്ലോ, അത് ഓവർ ക്രൗഡഡ് ആയിരുന്നു, ഓവർ ഓൺഡ് ആയിരുന്നു, ഓവർ വാല്യുവേഷനിലായിരുന്നു, ബബിൾ ടെറിട്ടറി ആണോ എന്ന് വരെയുള്ള ഡിസ്കഷൻസ് വന്നു. അവിടെ ഒരു ഡീറേറ്റിംഗ് വരികയാണെങ്കിൽ ഈ പൈസ എങ്ങോട്ട് പോവും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞത് ഇന്ത്യ വിറ്റ് ഈ പൈസ പോയത് US-ലെ ഈ AI ട്രേഡിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഈ കാരണങ്ങളുകൊണ്ട് തന്നെ ഒരുപാട് സെല്ലിംഗ് വന്നത് കാരണം ഇന്ത്യൻ മാർക്കറ്റ് അതായത് 2 കൊല്ലം കൊണ്ട് വരുന്നത് $32 ബില്യൺ സെല്ലിംഗ് ആണ് FIS നടത്തിയിരിക്കുന്നത്. ഒരു കൊല്ലം $15 ബില്യൺ സെല്ലിംഗ്, അടുത്ത കൊല്ലം $17 ബില്യൺ സെല്ലിംഗ് കലണ്ടർ ഇയറാണ് ഞാൻ പറഞ്ഞത്. ഇതോടുകൂടി $32 ബില്യൺ ഇന്ത്യയിൽ നിന്ന് പോയി. അത് കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വന്നു എന്ന് മാത്രമല്ല ഇന്ത്യൻ റുപ്പി ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഈ പൈസ പോയത് ഏതാ?
റിലേറ്റീവ്ലി ബെറ്റർ ഓപ്പർച്യൂണിറ്റിയായി ബെറ്റർ ഏർണിങ്സ് ഉണ്ടായിരുന്ന US ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്കിലേക്കായിരുന്നു പോയിരുന്നത്. ഇനി അവിടെ ഒരു റേറ്റിംഗ്, അതായത് ഈ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇപ്പം മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഒരു AI ട്രേഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ പൈസ എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ്. ഇതിൻ്റെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എക്സ്പേർട്സിനെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ട്രേഡാണ്. ഇനി നമ്മുടെ ജീവിതത്തിനെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ അതിൽ ആദ്യത്തെ എഫക്റ്റ് വരുന്നത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ AI ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ക്ലൗഡ്, ചിപ്പ് എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അവിടെ ക്രൗഡഡായി ഓവർ ഓൺഡ് ആവുമ്പോൾ അവിടെ ഒരു റേറ്റിംഗ് നടന്നിട്ട് ആ പൈസ ജനറേറ്റീവ് AI ഡെവലപ്മെൻറ്റും അതർ AI ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലേക്കും പൈസ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യം. അതായത് സെയിൽസ് ഫോഴ്സ് പോലത്തെ US തന്നെ സെയിൽസ് ഫോഴ്സ് പോലത്തെ കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യൻ IT കമ്പനീസിലേക്കായിരിക്കണം പൈസ ഒഴുകേണ്ടത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. തീർച്ചയായിട്ടും സെയിൽസ് ഫോഴ്സിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് AI ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ട്രേഡിൽ നിന്നും മാറി AI ആപ്ലിക്കേഷൻ ട്രേഡിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇന്ത്യൻ കമ്പനികൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതായത് AI മേഖലയിൽ ഇന്ത്യൻ IT കമ്പനികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അപ്പോൾ അവിടുന്ന് പൈസ ഇറങ്ങിയാലും തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലെ IT കമ്പനീസിലോട്ട് വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ബട്ട് ഇന്നലെ TCS നിന്ന് വന്ന ആ ഒരു ന്യൂസാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് TCS ഈസ് സെറ്റ് ടു അക്വയർ 100% സ്റ്റേക്ക് ഇൻ കോസ്റ്റൽ ക്ലൗഡ് എന്ന് പറയുന്ന കമ്പനി. എത്രയാണ്? ഫോർ ആൻ എൻ്റർപ്രൈസ് വാല്യൂ ഓഫ് $700 million, അതായത് ₹6,286 crores ഓൾ ക്യാഷ് ട്രാൻസാക്ഷനിലാണ് 100% ഈ കമ്പനിയുടെ മേടിക്കുന്നത്. അതായത് TCSൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ലിസ്റ്റ് ചെയ്തതിന് ശേഷം IPO വന്നതിന് ശേഷം അവരുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അക്വിസിഷൻ ആണ് നടന്നിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതോടുകൂടി TCSൻ്റെ ഈ അക്വിസിഷനോട് TCSൻ്റെ ക്ലൗഡും ഡേറ്റയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റീസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് അതിനകത്ത്. അതായത് TCS വിൽ ബിക്കം ടോപ്പ് 5 സെയിൽസ് ഫോഴ്സിൻ്റെ അഡ്വൈസറി കമ്പനി, ടോപ്പ് 5 സെയിൽസ് ഫോഴ്സ് അഡ്വൈസറി കമ്പനികളിൽ ഒന്നായി മാറും എന്നുള്ളത്. TCS എത്രയാണ് ഇതിന് പേ ചെയ്തത്? 5 times EV to LTM റവന്യൂ ആണ് ഈ ഡീലിന് വേണ്ടി പേ ചെയ്തതെന്നുള്ള. ഇത് ഏതാണ്ട് ഡീല് ജാനുവരി എൻഡ് 31 ക്ലോസ് ചെയ്യും 2026 എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെന്നുള്ള. ഈ കോസ്റ്റൽ ക്ലൗഡ് എന്ന് പറയുന്ന കമ്പനി ഫ്ലോറിഡ ബേസ്ഡ് കമ്പനിയാണെന്നുള്ള 2012 തുടങ്ങിയതെന്നുള്ള. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഈ സെയിൽസ് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റയും AI ഇൻ്റഗ്രേഷനും ആണ് എന്നുള്ളതാണ്. ഏതാണ്ട് പല US സെക്ടേഴ്സിലും പല സെക്ടേഴ്സിലും എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് 400 ക്ലയൻ്റ് ഉള്ള കമ്പനിയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല TCS ഈ കമ്പനി എടുക്കുന്നതോടുകൂടി ഏതാണ്ട് 400-ൽ പരം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, 3000-ഓളം സർട്ടിഫിക്കേഷൻസ് ഇൻ AI ആൻഡ് ക്ലൗഡ് ഫെസിലിറ്റീസ്, അല്ലെ ആ AI ക്ലൗഡിൽ എക്സ്പെർട്ടീസിൽ ഏതാണ്ട് 3000 സർട്ടിഫിക്കേഷൻസ് ഉള്ള 4000 ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് ഇവരെ ലിസ്റ്റിലേക്ക് കിട്ടുന്നത് എന്നുള്ളത്. 1700-ലധികം കസ്റ്റമേഴ്സ് ഉണ്ടെന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അബ്സല്യൂട്ട്ലി. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ. അത് മാത്രമല്ല ഈ TCS ഏതാണ്ട് ഒക്ടോബർ 2025 ലിസ്റ്റ് എൻഗേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ മേടിച്ചിരുന്നു. അതായത് അതൊരു ചെറിയ അക്വിസിഷനാണ്, 646 crore എന്നാണ്. അവരും ഈ സെയിൽസ് ഫോഴ്സിൻ്റെ മാർക്കറ്റിംഗ് ക്ലൗഡ്, CRM, ഡേറ്റ ക്ലൗഡ്, ഏജൻറ്റ് ഫോഴ്സ്, AI-driven മാർക്കറ്റിംഗ് ആൻഡ് ഡേറ്റ സൊല്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവർ മേടിച്ചത്. ലിസ്റ്റ് എൻഗേജ് എന്ന് പറഞ്ഞ കമ്പനിയെ ഒക്ടോബറിൽ മേടിച്ചതെന്നുള്ള. അപ്പോൾ ഈ അക്യൂസിഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നത് എന്താ? ഒരുപാട് എംപ്ലോയീസിനെ ഇപ്പോൾ ഒക്ടോബറിൽ നടത്തിയ അക്യൂസിഷനിൽ ഏതാണ്ട് 100 ട്രെയിൻഡ് പ്രൊഫഷണൽസ് വിത്ത് പ്രോപ്പർ സർട്ടിഫിക്കേഷൻസിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ ഏതാണ്ട് 400 പ്രൊഫഷണൽ, അതായത് 500 പേരെ ഇതിനകത്ത് കിട്ടിയെന്നുള്ള. അപ്പോൾ കേപ്പബിലിറ്റി മാത്രമല്ല മാൻ പവറും കൂടെ ഈ അക്യൂസിഷനിലും, അത് മാത്രമല്ല അത്രയും ക്ലയൻസിനെയും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു പോയിന്റ് നോക്കാനുള്ളത്, അതായത് TCS or Indian companies are making huge steps in the field of AI എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ കമ്പനിയാണല്ലോ TCS ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ വിസ ഇഷ്യൂയോ ടാരിഫ് ഇഷ്യൂയോ ഒന്നും വരുന്നില്ല. അതും ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാര്യം ഇനി അവിടെ നിന്ന് തന്നെ നമുക്ക് കേറ്റർ ചെയ്യാലോ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ IT-യെ സംബന്ധിച്ച് എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത് വളരെ പിവോട്ടൽ മൊമെൻ്റാണ്. നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഒരു ട്രേഡ് സെറ്റപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ IT-യുടെ ഒരു ട്രേഡ് സെറ്റപ്പ് പറഞ്ഞല്ലോ, IT-യുടെ മാത്രമല്ല
US വേഴ്സസ് ഇന്ത്യ ട്രേഡ് എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത് എന്നുള്ള ഇന്ത്യൻ IT സർവീസസ് ഒരു പിവട്ടൽ പോയിന്റ് തന്നെയാണ്. ആ ട്രാൻസ്ഫോർമേഷനിൽ ഇന്ത്യൻ കമ്പനീസിന് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ത്യൻ IT സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് വാല്യുവേഷനിലുള്ള കാര്യം നമുക്കറിയാം. അണ്ടർ ഓൺഡ് ആണ്, അണ്ടർ ലൗഡ് ആണ്, അൺപോപ്പുലർ ആയിട്ടുള്ള സെക്ടറാണ്. എപ്പോഴും അങ്ങനത്തെ സെക്ടറിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നല്ല. ഇത് എക്സ്പെക്ടേഷൻ മാത്രം, ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ ആയിട്ട് കരുതരുത്. നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് പറഞ്ഞു എന്നുള്ള. ബട്ട് ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക, അതായത് ഈ ഇന്ത്യൻ കമ്പനീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്ത് വരുന്നു. അത് ഓർഗാനിക്കായിട്ടും ആഡ് ചെയ്യുന്നു, ഇൻഓർഗാനിക്കായിട്ട് കമ്പനീസിനെ മേടിച്ചും കൂടെ ആഡ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇത് എങ്ങനത്തെ കമ്പനികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരിക എന്ന് വെച്ചാൽ ലാർജർ കമ്പനീസിനേക്കാളും മിക്കവാറും ഈ മിഡ് ടിയർ കമ്പനീസിനായിരിക്കും വരുന്നത്. കാര്യം ഉദാഹരണം പറയാം, ഇപ്പോൾ TCSന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കോടിയുടെ റവന്യൂ ആണ് ഒരു കൊല്ലമുള്ളത്. 2,55,000 crore. ആ 2,55,000 crores ഈ പുതിയ റവന്യൂ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അക്യൂസേഷൻ ചെയ്ത കമ്പനി കാരണം 1,000 crores റവന്യൂ ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ പോലും ഇതിനകത്ത് ഏതാണ്ട് കടലിൽ ഉപ്പിടുന്ന പോലെ ആയിരിക്കും. കാര്യം വെച്ചാൽ 0.37% ഓഫ് ടോട്ടൽ റവന്യൂ മാത്രമേ ഈ അഡീഷണൽ ആയിട്ടുള്ള 1000 കോടി റവന്യൂ എന്ന് പറയുന്നുള്ളൂ. അതായത് ഇറ്റ് വിൽ നോട്ട് മൂവ് ദ നീഡിൽ. അത് വലിയ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഏർണിങ്സിൽ ഒരു ബമ്പപ്പും ഉണ്ടാവില്ല, EPSൽ ഒരു ബമ്പപ്പും ഉണ്ടാവില്ല എന്നുള്ള. എന്നാൽ അതൊരു മിഡ് ടിയർ കമ്പനിയിലായിരുന്നെങ്കിൽ അവരുടെ ചെറിയ റവന്യൂവിൽ ഇങ്ങനത്തെ ഒരു അക്യൂസിഷനോ അല്ലെങ്കിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റവന്യൂ പ്രോഫിറ്റ് പൂൾ ആഡ് ചെയ്യാൻ നേരത്ത് ദ കമ്പോണൻറ്റ് ഓഫ് ദാറ്റ് ഇൻ ദ ടോട്ടൽ റവന്യൂ വിൽ ബി ഹൈ ആൻഡ് ദ EPS കമ്പോണൻറ്റ് വിൽ ബി ഓൾസോ ഹൈ. ദാറ്റ് വിൽ റീറേറ്റ് ദ സ്റ്റോക്ക് അപ്വേർഡ്സ് എന്നുള്ള. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഈ ലാർജ് ക്യാപ് സ്റ്റോക്സ് മോശമാണെന്നല്ല, ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഡിപ്പെൻഡബിൾ, ഹൈ ക്യാഷ് ഫ്ലോ ബിസിനസ്സും ആണ് എന്നുള്ളതാണ്. ബട്ട് മിഡ് ക്യാപ് സെക്ടറിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ കാര്യം ഇന്ത്യയുടെ ട്രേഡിനെ കുറിച്ചാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ കാര്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് വന്നിരുന്നു വിഷ്ണു. അത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. പക്ഷേ അതിനേക്കാട്ടിലും നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് പോകുന്നത് നല്ലതായിരിക്കും. കാര്യം ട്രഷറി മാർക്കറ്റ് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് -4 basis points ഡൗൺ ആയിരുന്നു. ഏതാണ്ട് 10-year ബോണ്ട് ഈൽഡ് 4.15% ആയിരുന്നു എന്നുള്ളതാണ്. ഓയിൽ ചെറുതായിട്ട് 1.12% അപ്പാണ്. അതായത് ബ്രന്റ് $62.6 per barrel തന്നെ ട്രേഡ് ചെയ്യണമെന്നുള്ളത്. അതായത് ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നത് US, അതായത് സാങ്ഷൻഡ് ആയിട്ടുള്ള വെനിസ്വേലൻ ഓയിൽ കൊണ്ടുവരുന്ന ഒരു ടാങ്കറിനെ സൈസ് ചെയ്തു US എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് കാരണം തന്നെ ക്രൂഡ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആണ്. അതുമാത്രമല്ല ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നത് വെച്ചാൽ ഒരു US മിലിറ്ററി ബിൽഡപ്പ് വെനിസ്വേലയ്ക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വെനിസ്വേലയിൽ ഒരു റെജീം ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. വെനിസ്വേല വലിയൊരു എന്താ പറയുക ക്രൂഡ് എക്സ്പോർട്ടറാണ്, ഒരു ക്രൂഡ് ഓയിൽ ബേസ്ഡ് കൺട്രിയാണ് എന്നുള്ളത്. അവിടെ ചെറിയൊരു ഡിസ്റപ്ഷൻ വരികയാണെങ്കിൽ, ഒരു ഡിസ്റ്റർബൻസ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൂഡ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമായിരിക്കും. ബട്ട് ഏതായാലും വലിയ മാർക്കറ്റിൽ അത് കാണിക്കുന്നില്ല. ഏതാണ്ട് ബ്രന്റ് $62.6 per barrel തന്നെയാണ് നിൽക്കുന്നത്. ഡോളർ ഇൻഡെക്സ് ഓഫ് കോഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതോടെ ഏതാണ്ട് കെയിം ഓഫ് ഏതാണ്ട് 0.63% മൈനസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് വലിയ താല്പര്യമോ ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഫെഡിലെ റേറ്റ് കട്ട്, സാധാരണ പ്രേക്ഷകരെ നമ്മുടെ അടുത്ത് ചോദിക്കാനത് US ഫെഡ് റേറ്റ് കട്ട് ചെയ്തു, എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിന് എന്താ സംഭവിക്കുന്നത്? ഓൺ തിയറി ഇങ്ങനെ നടക്കണം എന്നല്ല, ഓൺ തിയറി സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ റേറ്റ് കട്ട് US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാൻ നേരത്തെ എന്താവും? ചീപ്പർ ലിക്വിഡിറ്റി US ജനറേറ്റ് ചെയ്യും. ചീപ്പർ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഡോളർ ഒന്ന് വീക്കാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ രണ്ട് സിറ്റുവേഷനും വരികയാണെങ്കിൽ, അതായത് ഡോളർ വീക്കാവുകയും ചീപ്പർ ലിക്വിഡിറ്റിയും വരുമ്പോൾ എന്താ? പൈസ ഹൈ ഈൽഡ് അസറ്റ്സ്, ഒരുപാട് റിട്ടേൺ തരുന്ന ഇത്തിരി റിസ്കിയർ അസറ്റ്സിനെ എന്താ പറയുക ചേസ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അങ്ങനെയാണെങ്കിൽ എമർജിങ് മാർക്കറ്റുകളിലോട്ടും ക്രിപ്റ്റോ കറൻസികളിലോട്ടും വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അതിൻ്റെ വലിയൊരു ബെനിഫിഷ്യറി ഇന്ത്യൻ മാർക്കറ്റ് ആവാനുള്ള സാധ്യത വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഫെഡിന് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ ഓൺ പേപ്പർ, ഓൺ തിയറി ഈസ് പോസിറ്റീവ് ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ആൻഡ് വിച്ച് വിൽ ബി എയ്ഡിങ് ഇന്ത്യൻ റുപ്പിയെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം ഈ ഫെഡിൻ്റെ റേറ്റ് കട്ട് എന്നുള്ള രീതിയിലെ കാര്യം. മോർ മണി will flow into Indian market, more dollars will come, which will
എന്താ പറയുക ലെസൻ ദ പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ള ഒരു ട്രേഡും കൂടെ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ളത്. പിന്നെ കൂടുതലും ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 2024 മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ 2025 ഡിസംബറോട് കൂടി നോക്കുമ്പോൾ ഇൻഡെക്സിൽ വലിയ രീതിയിൽ കറക്ഷൻ വന്നിട്ടില്ല എന്നുള്ള. എന്നാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു സെല്ലിംഗ് വന്നിട്ടുള്ളത് എന്നുള്ള. അവിടെ ഒരു ക്യാപിറ്റുലേഷനാണ് നടന്നതെന്നുള്ള. പ്രത്യേകിച്ച് റീസൺ ഒന്നും മാർക്കറ്റ് വീഴാൻ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ കാണുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആയതുകൊണ്ട് നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ കാണുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ ഈ മാർജിൻ ട്രേഡിങ്ങിൻ്റെ സെല്ലിംഗ് ആയിരിക്കാം. അതായത് പലരും ലോൺ എടുത്ത്, അതായത് നമ്മളിപ്പോൾ തന്നെ MTF എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നിങ്ങളുടെ ബ്രോക്കറിൻ്റെയൊക്കെ ഒരു ആപ്പ് തുറക്കുമ്പോൾ കാണുമായിരിക്കും. അതായത് നിങ്ങൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്ന കാശ് കൊണ്ട് 4 സ്റ്റോക്ക് മേടിച്ചോളൂ, അതായത് ബ്രോക്കർ തന്നെ നമുക്ക് പൈസ തരും എന്നുള്ളത് ആ രീതിയിലാണ് പറയുന്നത്. അതിൻ്റെ അതായത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും ഒരു ചെറിയൊരു സെല്ലിംഗ് വരുമ്പോൾ അത് ട്രിഗർ ചെയ്ത് അതങ്ങ് മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് അൺവൈൻഡ് ചെയ്യുന്നതായിരിക്കാം ഒരു റീസൺ. അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ മാർക്കറ്റ് വീഴുന്നത് എന്നുള്ള. നമുക്കറിയാലോ ഇവിടെ ലാർജ് ക്യാപ്പും സ്മോൾ ക്യാപ്പും തമ്മിൽ വലിയൊരു ഡൈവർജൻസ് ഉണ്ട്. അതായത് ലാർജ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വീണിട്ടില്ല എന്നുള്ളതാണ് ഇൻഡിസസ് കാണിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പിൽ വലിയ രീതിയിൽ വരുന്നുണ്ട്. അത് കാരണം എന്താ, ഇപ്പം നമ്മൾ സംഭവിച്ചിരിക്കുന്നത് എന്താ, നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു സെല്ലറുണ്ട്. ഈ സെല്ലർ ഇങ്ങനെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറണമെന്നുണ്ടെങ്കിൽ ഈ സെല്ലറിൻ്റെ സെല്ലിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയണം, അല്ലെങ്കിൽ സെല്ലിങ് ആകെപ്പാടെ തന്നെ നിൽക്കണം എന്നുള്ള. ഇതിപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ തരികയാണ് മാർക്കറ്റ്. അതായത് കുറഞ്ഞ വിലയ്ക്ക് സെല്ലർ തരുന്നുണ്ട്, മാർക്കറ്റ് കയറിപ്പോകാനുള്ള ചാൻസ് ഇല്ല. എന്നാൽ സെല്ലേഴ്സിൻ്റെ എണ്ണം കുറയുമ്പോൾ ബയേഴ്സ് വരുമ്പോൾ സെല്ലേഴ്സ് മുകളിലോട്ടിട്ടാണ് സെല്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് കയറിപ്പോകുന്നില്ല. ഇവിടെ വലിയ സെല്ലറായിട്ട് ആര് നിൽക്കുന്നു, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നു എന്നുള്ള. ഇപ്പോൾ 2025 മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1.5 lakh crore സെല്ലിംഗ് ഓൾറെഡി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പ്രൊമോട്ടേഴ്സും ഇന്ത്യൻ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് സെക്കൻഡറി മാർക്കറ്റിൽ ഏതാണ്ട് 1 lakh crore സെല്ല് ചെയ്തു. അപ്പോൾ 1.5ഉം 1 lakh crore കൂടെ ചേർന്ന് ഏതാണ്ട് 2.5 lakh crore സെല്ലിംഗ് നടന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതുകൂടാതെ എന്താ, നമുക്ക് 2025 ഏതാണ്ട് IPOs നോക്കുകയാണെങ്കിൽ IPOs റേസ് ചെയ്ത പൈസ ആസ് ഓൺ ഡേറ്റ് 1.7 lakh crore ആണ്. ഈ 1.7 lakh crore ഈ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് വെറും 60,000 കോടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ, അതിനകത്തുള്ള ഏർലിയർ പ്രൊമോട്ടേഴ്സായ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഏർലി ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്ത് മാറുന്നതാണ്. അതിനെന്താ നമ്മൾ പറയുന്നത്, ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എത്രയാണ് വന്നത്, 1.1 lakh crore ആണ് എന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ മാർക്കറ്റിൽ 2025 ഏതാണ്ട് 3.6 lakh crore സെല്ലിംഗ് ഇവിടെ തന്നെ നടന്നു എന്നുള്ള. എന്നാൽ നമ്മളൊരു ഒക്ടോബർ നവംബർ വരെയുള്ള ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മ്യൂച്വൽ ഫണ്ട് മുഖാന്തരം ഇൻഫ്ലോ വന്നത് എത്രയാണ്, 4 lakh crore ആണ്. 4 lakh crore വന്നു, 3.6 lakh crore സെല്ലിംഗ് നടന്നു. അപ്പോൾ ഈ 4 lakh ഉപയോഗിച്ച് ഈ സെല്ലിംഗ് അബ്സോർബ് ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നുള്ള. ഇനി ബാക്കിയുള്ള ഒരു ചെറിയ പൈസ എന്താ ചെയ്തത്, ബാക്കിയുള്ള ചെറിയ പൈസ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്തതെന്ന് വെച്ചാൽ ഈ കൊല്ലം അവസാനമാകുമ്പോൾ അവരെല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഫാക്ട് ഷീറ്റ് ആക്കുമ്പോൾ അതിൻ്റെ NAV ഒന്ന് പ്രോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ സെക്ടർ റൊട്ടേഷനിൽ അവിടെയും ഇവിടെയും മേടിച്ച് പൈസ ഇങ്ങനെ റോൾ ചെയ്ത് ഇതൊന്ന് NAV അപ്പായിട്ട് കാണിക്കാനും ഉദ്ദേശിക്കുന്നു. അതായത് എന്തൊക്കെ പൈസ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നോ ഇത് സെല്ലിംഗ് അബ്സോർബ് ചെയ്യാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്നുള്ളതാണ്. ഫർദർ ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ ബൈയിങ്ങിന് പൈസ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ NSEയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡിസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഏതാണ്ട് -9% ഡൗൺ ആണ് എന്നുള്ള. നമ്മൾ സെപ്റ്റംബർ 2024 മുതൽ ഇന്നേ വരയ്ക്ക് നോക്കുകയാണെങ്കിൽ 13% സ്മോൾ ക്യാപ്പ് ഇൻഡിസസിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി, -13%. എന്നാൽ ലാർജ് ക്യാപ്പിൽ വലിയ ചേഞ്ചും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 50% സ്റ്റോക്സും ഏതാണ്ട് 50% സ്മോൾ ക്യാപ്പ് സ്റ്റോക്സും 2024 സെപ്റ്റംബറിൽ മേക്ക് ചെയ്ത ഹൈയേക്കാട്ടിലും ഡൗൺ ആണ് എന്നുള്ളതാണ്. ഒന്നൊരു മോർ ദാൻ 50% ഡൗൺ, 50% കൂടുതൽ ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. സാധാരണ ഈ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഈ സ്മോൾ ക്യാപ്പ് കമ്പനീസ് ബേസിക്കലി ലാർജ് ക്യാപ്പിനെ ലാഗ് ചെയ്യുന്നത് 2 കൊല്ലത്തിന് അല്ലെങ്കിൽ 3 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ്. അതായത് 2022, 23, 24 നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ തന്ന ഇൻവെസ്റ്റേഴ്സ് വിഷമിക്കാനുള്ള കാര്യം എന്താ, അത്രയും നാൾ ഈ ലാഗ് ഒന്നും വന്നിട്ടില്ല. ലാർജ് ക്യാപ്പിനെ പോലെ തന്നെ ഏതാണ്ട് സ്മോൾ ക്യാപ്പും പെർഫോം ചെയ്തു. പക്ഷേ ഈ ഡൈവേർജൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലാസ്റ്റ് 1 കൊല്ലമായിട്ടാണ്. അതായത് ഫസ്റ്റ്
time in the last 3 years, and that is bleeding the small time investors who have invested most of his money into the small cap segment അല്ലെങ്കിൽ സ്മോളർ കമ്പനീസ് ഇൻ ദ മിഡ് ക്യാപ് സെഗ്മെൻറ്റ്. നമ്മുടെ എല്ലാവരുടെയും പൈസയൊന്നും ഈ പറയുന്ന പോലെ ലാർജ് ക്യാപ്പിൽ ഇല്ല എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണെന്നുള്ളത്. നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഏതാണ്ട് NSE ക്യാഷ് മാർക്കറ്റിൻ്റെ 35% റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെന്നുള്ളത്. അതായത് ഇന്ത്യൻ NSEയിലെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ 8.6% ഹോൾഡ് ചെയ്യണത് ഈ പറയുന്ന പോലെ റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെന്നുള്ളത്. ഇവരുടെ പൈസ കൂടുതലും എന്താ പറയുക സ്മോളർ മിഡ് ക്യാപ്പുകളിലും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലുമാണ്. എന്നാൽ അവിടെയുള്ള പ്രത്യേകത എന്താ, അവിടേക്ക് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ബൈയിങ് വരുന്നില്ല. മ്യൂച്വൽ ഫണ്ട് NAV ഒന്ന് പ്രോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ലാർജ് ക്യാപ്പിലാണ് മേടിക്കുന്നത്. അത് മാത്രമല്ല സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ മാർജിൻ ട്രിഗറിൻ്റെ ഒരു സെല്ലിംഗ് കൂടെ വരുന്നുണ്ട്. അവിടെ ബയേഴ്സ് ഇല്ല, ലോവർ റേറ്റിലേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബ്ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്മോൾ ക്യാപ്പിൽ കൂടുതൽ നിക്ഷേപം നടത്തിയവർ ഇപ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് സൈഡിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഈ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഇടിവ് തന്നെ നോക്കുമ്പോൾ പല സ്റ്റോക്കുകളും ഒരു കറക്റ്റ് വാല്യുവേഷനോട്ട് വന്നിട്ടുണ്ടാകത്തില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് സ്മോൾ ക്യാപ്പിലൊക്കെ ഒരു ഏതൊക്കെ സ്റ്റോക്കാണ് നല്ലതെന്ന രീതിയിൽ പഠിക്കാവുന്ന ഒരു സമയം കൂടിയല്ലേ ഇത്. വിഷ്ണു, ഇവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റി പോകുന്നത്. അതായത് നമ്മൾ ഇതിനെ കാണുന്നത് പ്രൈസ് വെച്ചിട്ടാണ്. ആൾക്കാർ നോക്കുന്നത് എന്താ, ഇത് സെപ്റ്റംബർ 2024 ആയപ്പോൾ 1000 രൂപയാണ്, ഇതാ ഇപ്പതാ 400 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ അത് ചീപ്പായില്ലേ? പ്രൈസ് അല്ല ചീപ്പ്നെസ് തീരുമാനിക്കുന്നത്, വാല്യുവേഷനാണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ 1000 രൂപയുടെ ഒരു സ്റ്റോക്ക് 400 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വന്നതല്ല, അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും അതായത് മാർക്കറ്റ് ഒരു സാധനത്തിനെ ഡീറേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡീറേറ്റ് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിഷ്ണു. കാര്യം ഇപ്പം നമ്മളൊരു കാര്യം നോക്കുക, നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കുതിരപ്പന്തയത്തിന് പോകുന്നു. ഈ കുതിരപ്പന്തയത്തിന് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ കൊല്ലവും അതായത് ലാസ്റ്റ് 8 റേസും വിൻ ചെയ്ത കുതിരയുടെ മുകളിലായിരിക്കുമല്ലോ നമ്മൾ ബെറ്റ് വയ്ക്കുന്നത്, അല്ലേ? 10ാമത്തെ റേസും ജയിക്കാൻ പോകുന്നത് ഈ കുതിരയായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഹൈ സ്റ്റേക്കാണ് നമ്മൾ ആ കുതിരയ്ക്ക് മേളിൽ ആ ഹോഴ്സിന് മേളിൽ നമ്മൾ വയ്ക്കുന്നത്. 10ാമത്തെ റേസ് അത് പൊട്ടിയെന്ന് വെച്ചോളൂ, നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താ കാശ് പോയി. പക്ഷേ ഇതൊരു 1 ടൈം ആയിരിക്കാം, അവൻ മിടുക്കനാണ്, ഈ ഒരു റേസ് മാത്രമേ പോയുള്ളൂ എന്നുള്ള. നമ്മൾ 11ാമത്തെ റേസ് വരുമ്പോഴും നമ്മൾ കൊടുക്കുന്ന എക്സ്പെക്റ്റേഷൻ എന്താ, ഈ 9 പ്രാവശ്യം ജയിച്ച ആൾ 10 പ്രാവശ്യം മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അതൊരു പ്രാവശ്യത്തെ ഒരു എന്താ പറയുക, അങ്ങനെ പറ്റിപ്പോയി, അന്ന് സാഹചര്യത്തിൽ സംഭവിച്ചു. 11ാമത്തേലും അയാൾ ജയിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പൈസ ഇട്ടു, പൊട്ടി. 12ലും പൊട്ടി, 13ലും പൊട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 14ാമത്തെ റേസ് മുതൽ ഇത്രയും ബെറ്റുകൾ നമ്മൾ വച്ചിരുന്ന റേസ് ഹോഴ്സ് വളരെ താഴേക്ക് പോകും. അതായത് വേണ്ട രീതിയിൽ ഏർണിങ്സ് ത്രോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകും. നമ്മൾ ആൾക്കാരും സ്റ്റോക്കിൻ്റെ വാല്യുവേഷനോ സെയിൽസോ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യണം? പ്രൈസ് നമ്മൾ എടുത്തു വെച്ചിങ്ങനെ തുറന്നു നോക്കും, ഇത് എത്രയായി? 1000. ഇത് എത്ര? ഈ 1000ൽ നിന്ന് ഇപ്പോൾ എത്ര വന്നു? 400. ഒയ്യോ, ഇത്ര ശതമാനം താഴെ വന്നെങ്കിൽ അത് ചീപ്പായി. ഇതല്ല ചീപ്പ്നെസ് തീരുമാനിക്കുന്നത്. ചീപ്പ്നെസ് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വാല്യുവേഷനാണ്, അതിൻ്റെ ഫിനാൻഷ്യൽസ് ആണെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് 400 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ കാരണം അതിൻ്റേതായ റീസൺ ആ സ്റ്റോക്കിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പണി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ആൾക്കാർ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് ഇൻട്രസ്റ്റ് എടുത്ത് ഒരു ബിസിനസ്സുകളെ പഠിച്ച് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു പ്രൈസ് കുറവല്ല നോക്കേണ്ട, വാല്യുവേഷനിൽ കാര്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതാണ് സാർ ഇപ്പോൾ കൃത്യമായി പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഓവർ ടു യു വിഷ്ണു. അതായത് സാർ, നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു FOMC യോഗ തീരുമാനം ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിലുള്ള ഇടിവുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ ഒരു ഏത് സ്റ്റോക്കാണ് അല്ലെങ്കിൽ ഒരു ഏത് ബിസിനസ് ഐഡിയയാണ് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ബിസിനസ് പറയുന്നതിൽ എന്നോട് ഇൻഡിഗോൻ്റെ പാസഞ്ചേഴ്സ് ക്ഷമിക്കണം. കാര്യം ഇൻഡിഗോൻ്റെ പാസഞ്ചേഴ്സ് ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആരെയും റിലേറ്റീവ്സ് ഈ ഇൻഡിഗോൻ്റെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പരിചയക്കാർക്കും ഒന്നും വന്നതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും സാധാരണക്കാരൻ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു സംഭവമായിരുന്നു ഈ ഇൻഡിഗോൻ്റെ ഇഷ്യൂ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നല്ല. അപ്പോൾ ആദ്യം തന്നെ അവരോടെല്ലാവർക്കും എൻ്റെ ഒരു മാപ്പ്. കാര്യം വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ രീതിയിൽ അതിനെ കാണുന്നതിൽ ക്ഷമിക്കണം, പക്ഷേ അത് പറയാതിരിക്കാൻ ഒക്കില്ല എന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് എന്തിനാണുള്ളത്? മാർക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അവിടെ ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സും ദേഷ്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് മനുഷ്യത്വം വേണം, വേണ്ട എന്നല്ല, പക്ഷേ മനുഷ്യത്വത്തിന് വേണ്ടി പൈസ കളയാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ഞാനത് ജസ്റ്റ് ഒരു കാര്യം പറയുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇൻഡിഗോൻ്റെ ഇഷ്യൂ കാരണം ഒരുപാട് ഫ്ലൈറ്റ്സ് ക്യാൻസലായി, ഡിലേഡായി, ലേ ഓഫായി. ഇതെല്ലാം കാരണം ഇന്ത്യൻ എയർപോർട്ടുകളിൽ എത്രയോ, അതായത് 100ൽ പരം 1000 പരം ഫ്ലൈറ്റ്സാണ് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ക്യാൻസൽ ചെയ്ത്. നമുക്കറിയാലോ, ഓരോ സീൻസ് നമ്മൾ കാണിക്കുമ്പോൾ എയർപോർട്ടിൽ ആൾക്കാർ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സീനും പെട്ടികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സീനും ഉണ്ട് എന്നുള്ള. ഇത് തീർച്ചയായിട്ടും ഇൻഡിഗോ സ്റ്റോക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്റർഗ്ലോബ് ഏവിയേഷൻ സ്റ്റോക്കിനെ സംബന്ധിച്ച്
ഒരു നെഗറ്റീവ് ആണെങ്കിലും എവിടെയെങ്കിലും ഇതൊരു പോസിറ്റീവ് ആയിരിക്കണമല്ലോ, ഏതെങ്കിലും ഒരു ബിസിനസ്സിന് പോസിറ്റീവ് ആയിരിക്കണമെന്നുള്ള നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇതൊരു ടെമ്പററി അഫെയർ ആണ്. അതായത് ഈ ഇഷ്യൂ നടക്കുന്ന കാലത്താണ് ഈ ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ള. അതായത് എയർപോർട്ടുകളിലെ പല ബിസിനസ്സുകൾക്കും 10 മടങ്ങ് രീതിയിലാണ് ബിസിനസ്സും റവന്യൂ ഇൻക്രീസ് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം. അതായത് ഇപ്പോൾ ആൾക്കാർ 12 മണിക്കൂറും 14 മണിക്കൂറും 8 മണിക്കൂറും എയർപോർട്ടിൽ കെട്ടിക്കിടക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആ എയർപോർട്ടിലുള്ള ആ ഷോപ്സിലൊക്കെ കയറി അവർ ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. അത് ബെനിഫിറ്റ് ചെയ്ത ലിസ്റ്റഡ് കമ്പനീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർഗ്ലോബ് പോലെയുള്ള ഏവിയേഷൻ നെഗറ്റീവായിട്ട് വരണമെങ്കിൽ ചില കമ്പനികൾക്ക് അത് ബെനിഫിറ്റായിട്ട് വന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വലിയ ബെനിഫിഷ്യറി ആയിട്ട് വന്നത് ട്രാവൽ ഫുഡ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് ഈ എയർപോർട്ടിലെ ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് മാത്രമല്ല ലൗഞ്ച് സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടെ ആണ് എന്നുള്ളതാണ്. ഏതാണ്ട് 18 എയർപോർട്ടിൽ അവരുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഈ എയർപോർട്ട് QSR ഈ റെസ്റ്റോറൻറ്റുകളിൽ 26% മാർക്കറ്റ് ഷെയറും ഇന്ത്യൻ ലോഞ്ച് മാർക്കറ്റിൽ ഏതാണ്ട് ലൗഞ്ച് മാർക്കറ്റിൽ 45% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് എന്നുള്ളത്. അതായത് 37 ലൗഞ്ചസ് ഉണ്ട് അക്രോസ് ഇന്ത്യ, മലേഷ്യ ആൻഡ് ഹോങ്കോങ് എന്നുള്ളതാണ്. ഈ ട്രാവൽ QSR ഔട്ട്ലെറ്റ്സ് എത്രയാണ്? അതായത് എയർപോർട്ടിലുള്ള ഇവരുടെ റെസ്റ്റോറൻറ്റ്സ് ഏതാണ്ട് 446 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നുള്ള. അതിൽ അവർക്ക് ഇൻഹൗസ് ബ്രാൻഡ്സ് ഒരുപാടുണ്ട്. അതായത് ദില്ലി സ്ട്രീറ്റ്, idli.com, ഫ്ലൈയിങ് ബൈറ്റ്സ്, കറി കിച്ചൺ, മസാല കിച്ചൺ എന്നൊക്കെ പറയുന്നത് അവരുടെ ഇൻഹൗസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഏതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ? ഹാർഡ് റോക്ക് കഫേ, KFC, സബ്വേ, പിസ്സ ഹട്ടിൻ്റെ ഒക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. 34 ഫ്രാഞ്ചൈസീസ് അങ്ങനെ ഇന്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഉണ്ട്. അത് മാത്രമല്ല റീജിയണൽ ബ്രാൻഡ് ഫ്രാഞ്ചൈസീസ് അവർക്കുണ്ട്. ബിക്കനർ വാല, തേർഡ് വേവ് കോഫി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാം. ഈ വക റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം എന്നുള്ളത്. അത് മാത്രമല്ല ഇന്ത്യയുടെ ഫസ്റ്റ് ഗോർഡൻ റാംസേ സ്ട്രീറ്റ് ബർഗർ റെസ്റ്റോറൻറ്റും ഈ ട്രാവൽ ഫുഡ് സർവീസസ് കമ്പനിയാണ്. അതായത് ഡൽഹി T1 ടെർമിനലിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള. നമ്മുടെ സിയാൽ കൊച്ചിനിലും അവർ ഏതാണ്ട് 5 കൊല്ലത്തേക്ക് ഒരു ലൈസൻസിങ് എഗ്രിമെൻറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാലിലെ ഡൊമസ്റ്റിക് ടെർമിനൽ, അതായത് ടെർമിനൽ 1 T1 ആയിട്ട് അവർക്ക് ഒരു QSR ഔട്ട്ലെറ്റും ലൗഞ്ചും ഉണ്ട്. അതായത് 11 QSR റെസ്റ്റോറൻറ്റ്സും ഒരു ലോഞ്ച് സർവീസസും അവർ കൊച്ചിയിലെ ഡൊമസ്റ്റിക് സർവീസസിൽ ചെയ്യുന്നുണ്ട്. ഇവർ FY25 റവന്യൂ നോക്കുകയാണെങ്കിൽ 1688 കോടിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 554 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് 380 കോടിയാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 540 കോടിയാണ്. ക്യാഷ് ബാലൻസ് 620 കോടി ബാലൻസ് ഷീറ്റിലുണ്ട്. മാർക്കറ്റ് പ്രൈസ് 1284 രൂപ പെർ ഷെയർ. മാർക്കറ്റ് ക്യാപ്പ് 16,904 എന്നുള്ള രീതിയിലാണ്. ട്രാവൽ ഫുഡ് സർവീസസ് ലിമിറ്റഡ് ഈസ് വൺ ഓഫ് ദ ബെനിഫിഷ്യറി, ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി ഓഫ് ദിസ് ഇൻഡിഗോ ഇഷ്യൂ എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ 2-3 കമ്പനികൾക്കും കൂടെ അല്ലാതെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് ദേവയാനി ഇന്റർനാഷണൽ, അതായത് KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫിയുടെയൊക്കെ ആ ബ്രാൻഡിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി ഓണറാണ് ഈ പറയുന്ന ദേവയാനി ഇന്റർനാഷണൽ. അവർക്ക് ഏതാണ്ട് 2184 സ്റ്റോറുകളുണ്ട്. ഇന്ത്യ, നേപ്പാൾ, നൈജീരിയ, തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത്. ബട്ട് ഇവർക്ക് എയർപോർട്ടിൽ, ഇത് ഞാൻ ഈ പറഞ്ഞത് ഇവരെ ടോട്ടലായിട്ടുള്ള ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ആണ്. പക്ഷേ എയർപോർട്ടിൽ ഇവർക്ക് വളരെ കുറവ്, എനിക്ക് തോന്നുന്നു 50-75 അവർക്ക് ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിൽ അവരുടെ സ്റ്റോഴ്സ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ എയർപോർട്ട് ബിസിനസ് വളരെ കുറവാണ്. ഇവരുടെ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 4951 കോടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 839 ക്രോസ്, CMP 135 റുപ്പീസിന് ട്രേഡ് ചെയ്യണു, മാർക്കറ്റ് ക്യാപ്പ് 16,588 ക്രോസ് എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡ് കമ്പനി. ഇനി തേർഡ് കമ്പനി എന്ന് പറയുന്നത് ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്നാണ്. ജൂബിലന്റ് ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഫുഡ് സർവീസസ് കമ്പനി ഇൻ ഇന്ത്യ. അതായത് നമ്മൾ മൾട്ടി ബ്രാൻഡ് ഫുഡ് ടെക് കമ്പനി എന്നാണ് പറയുന്നത്. ഫിൻടെക് കമ്പനി എന്ന് പറയുന്ന പോലെ ഫുഡ് ടെക് കമ്പനി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 25% ഓഫ് വേൾഡ് പോപ്പുലേഷനെ സെർവ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജൂബിലന്റ് ഫുഡ്. കാര്യം വെച്ചാൽ ഇന്ത്യ ഉണ്ട്, ടർക്കി ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കയും കൂടെ ഉണ്ട്. ഏതാണ്ട് 3480 സ്റ്റോർ ഇവർ ഗ്ലോബലി ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ ബ്രാൻഡ് നമുക്കറിയാലോ, ഡൊമിനോസ് പിസ്സ, പോപ്പ് ഐ, കോഫി, ഡൺകിൻ ഡോണട്ട്സ്, ഹോങ്സ് കിച്ചൺ, ഇതെല്ലാം കൂടെയാണ് അവർക്ക് വരുന്നത്. എയർപോർട്ട് സ്മോൾ പോർഷനാണ്. FY25 റവന്യൂ 8141 കോടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1582 കോടി, മാർക്കറ്റ് പ്രൈസ് 583 രൂപ, മാർക്കറ്റ് ക്യാപ്പ് 38,400 കോടി എന്നുള്ളതാണ്. പിന്നെ ഡ്രീം ഫോക്സ് എന്നൊരു കമ്പനി ഉണ്ട്, പക്ഷേ അവർ ലോഞ്ച് സർവീസസ് നിർത്തിയുകൊണ്ട് ഡ്രീം ഫോക്സിന് ഒരു ബെനിഫിറ്റും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ വരാൻ പോകുന്നത് ലിക്കർ സ്റ്റോക്സ് ആയിരിക്കാം.
ലിക്കർ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ഡിസ്ക്ലൈമറോട് കൂടി അതിൽ നമ്മൾ പറയില്ലേ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഉണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിക്കർ കമ്പനി, അതുകൂടാതെ യുണൈറ്റഡ് ബ്രിവറീസ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് കിങ് ഫിഷർ ബിയറിൻ്റെയും ഹൈനിക്കൻ ബിയറിൻ്റെയും കമ്പനിയാണ് എന്നുള്ളതാണ്. ഇത് എല്ലാ ലോഞ്ചസിലും സർവ് ചെയ്യുന്നതാണ് എന്നുള്ള റവന്യൂ ഏതാണ്ട് 8,915 ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 840 crores ആണ്. മാർക്കറ്റ് പ്രൈസ് 1,665 രൂപ. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 44,000 കോടി രൂപയുള്ള ഒരു ലാർജർ കമ്പനിയാണ് യുണൈറ്റഡ് ബ്രിവറീസ് എന്നുള്ള കാര്യം. ബിയർ സെയിൽസും നന്നായിട്ട് പിക്കപ്പ് ചെയ്ത് കാണും ഈ സമയങ്ങളെന്നുള്ള. അതായത് ബേസിക്കലി ഈ ഫുഡ് കമ്പനീസിനും ബെവറേജസ് കമ്പനീസിനാണ് ഈ ഇൻഡിഗോ ഇഷ്യൂ കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയത്. ഇൻഡിഗോയ്ക്ക് മോശമാണെങ്കിൽ പോലും പിന്നെ ഒരു കമ്പനിക്കും ചെറിയ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യാം. പക്ഷേ അത് ടാറ്റ കൺസ്യൂമറാണ്. ഈ ടാറ്റ കൺസ്യൂമറിൻ്റെ കാര്യം എന്താ? ടാറ്റ കൺസ്യൂമറിന് സ്റ്റാർബക്സ് ആയിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഈ ടാറ്റ കൺസ്യൂമറിൻ്റെ FY25 റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് കമ്പനിയാണ്. 17,618 crores ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2,497 crores ആണ്. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ 1,138. മാർക്കറ്റ് ക്യാപ്പ് പറഞ്ഞാൽ 1,12,655 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇപ്പോൾ ഇത്രയും കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡിഗോൻ്റെ ഇഷ്യൂ കാരണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കമ്പനികളാണ് എന്നുള്ളതാണ്. ബട്ട് ഞാൻ ഇതൊന്നും നിങ്ങളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് കരുതാതിരിക്കുക. ഇതിലെ ഒരു സ്റ്റോക്കും എനിക്കും വിഷ്ണുവിനോ ഞങ്ങളുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സിനോ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല. ഇത് വെറും അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിന് ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. 2 ഡിസ്ക്ലൈമർ കൂടി പറയണം. ഒന്ന്, ലിക്കർ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. നമ്മളിവിടെ പറഞ്ഞത് ഒരു ബിസിനസ്സിനെ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് വി ഡോണ്ട് എൻകറേജ് ഡ്രിങ്കിങ് എന്നുള്ള കാര്യം പറഞ്ഞു. രണ്ടാമത്, ഇൻഡിഗോയിൽ ഈ ബുദ്ധിമുട്ടിൽ അനുഭവിച്ച എല്ലാ യാത്രക്കാരോടും നമുക്ക് ഒരുപാട് ക്ഷമാപണം ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ആ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഏതൊക്കെ ബിസിനസ്സിനാണ് പല സാഹചര്യങ്ങൾ, ഏത് സാഹചര്യവും ആവട്ടെ, അതിൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഡിഫൻസ് സ്റ്റോക്ക് പറയുന്നതോ, ഡിഫൻസ് സ്റ്റോക്ക് കയറുന്നത് എന്താ? യുദ്ധം ഉണ്ടാകുമ്പോഴാണ്. യുദ്ധം ഉണ്ടാകുന്നത് നല്ല കാര്യമാണോ? അല്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ജീവനുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള. എന്നിട്ടും നമ്മൾ യുദ്ധം വരുമ്പോൾ പിറ്റേ ദിവസം ഡിഫൻസ് സ്റ്റോക്സ് മേടിക്കും പോലെയുള്ള ഒരു തീമിൽ നമ്മൾ ഇതൊന്ന് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓവർ ടു യു. സുരേഷ് സാർ, ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഒരു ന്യൂസിൽ നിന്ന് ഒരു സ്റ്റോക്കാണ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് പറയാറില്ല, അല്ലെങ്കിൽ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ കുറേ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ബിസിനസ്സുകളെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ആരെയും എൻകറേജും ചെയ്യുന്നില്ല ഒരു ഡ്രിങ്കിങ്. ഇപ്പോൾ യുണൈറ്റഡ് ബ്രൂവറീസിന്റെ പറയുന്നത് ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, ബട്ട് മണി മേക്കിംഗ് ഈസ് ഓൾസോ പ്രോഫിറ്റബിൾ ഫോർ യുവർ ലൈഫ് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ പ്രോഫിറ്റ് ആണ് നമ്മൾ കാണുന്നത്, അവിടെ ഡ്രിങ്കിങ്ങിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലാന്ന് കൂടെ പറയുന്നു. ഓവർ ടു വിഷ്ണു. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സ്റ്റോക്കുകളും നിങ്ങൾ സ്വയം പഠിക്കുക. ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരെ ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.